പെട്ടെന്നൊരു ശബ്ദം കേട്ട് സവാദ് തലയുയർത്തി നോക്കി. ഒരു പഴയ മങ്ങിയ സാരി ധരിച്ച് ഒരു ഉമ്മ. പതിഞ്ഞ ശബ്ദത്തിൽ ഉമ്മ വിളിച്ചു, മോനെ സവാദേ. കയ്യിലിരുന്ന പഴയ ബട്ടൺ ഫോൺ മുന്നിലോട്ട് നീട്ടി അവർ പറഞ്ഞു, മക്കളെ, ഇതൊന്ന് ശരിയാക്കി തരുമോ? എൻ്റെ ഫോണിന് എന്തോ പറ്റിയിട്ടുണ്ട്. സവാദ് ഫോണ് വാങ്ങി ശ്രദ്ധയോടെ പരിശോധിച്ചു. ഉമ്മ, ഫോണ് കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഉമ്മാൻ്റെ കണ്ണ് വല്ലാണ്ട് നിറയുന്നുണ്ട്. ഇല്ല മോനെ, ഇതിനെന്തോ കുഴപ്പമുണ്ട്. എൻ്റെ മോൻ എന്നും ഇതിൽ വിളിക്കുമായിരുന്നു. എൻ്റെ മോൻ്റെ ശബ്ദം മുമ്പ് എന്നും ഇതിൽ കേൾക്കാറുണ്ട്. രാത്രി വിളിക്കും, രാവിലെ വിളിക്കും. എന്നാൽ കുറച്ച് ദിവസമായിട്ട് ഇതിലേക്ക് ഒറ്റ വിളിയും വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞ, ഈ ഫോണിന് എന്തോ പറ്റിയിട്ടുണ്ട്, അതാ അവൻ വിളിക്കാത്ത. സവാദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്താ പറയേണ്ടതെന്നറിയാതെ തൊണ്ട വരണ്ടു പോകുന്ന പോലെ തോന്നി. അവനൊരു കാര്യം ചെയ്തു. ആ മൊബൈൽ ഒന്ന് തിരിച്ചു വാങ്ങിയിട്ട് അതൊന്ന് ഓഫ് ചെയ്ത് വീണ്ടും ഓണാക്കിയിട്ട് ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ, ഞാനിത് ശരിയാക്കിയിട്ടുണ്ട്. ഇനി അവൻ വിളിച്ചോളും, ഉറപ്പാ. ആ ഉമ്മാൻ്റെ മുഖത്ത് ഒരു നേരിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ പുഞ്ചിരിയിൽ സാങ്കേതിക വിദ്യക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരമ്മയുടെ വാത്സല്യത്തിൻ്റെ വേദന സവാദ് കണ്ടു. അവന് വല്ലാത്ത വിഷമായി. ആ കടയിൽ ആ ഒരു നിമിഷം സ്നേഹത്തിൻ്റെ ഒരു നിശബ്ദമായ പ്രാർത്ഥന എല്ലായിടത്തും നിറഞ്ഞു നിന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.